ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ബീന മത്തായി. എല്ലാവർക്കും ബീനാസ് ഈസി ഈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ടീക്ക മസാല എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. നമുക്ക് ഒരു കറി സോസ് മേടിക്കാൻ കിട്ടും. ആ സോസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിക്കൻ ടീക്ക മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണെന്ന് ഞാൻ പറയാൻ കാര്യം. ഈ ചിക്കൻ ടീക്ക മസാല നമുക്ക് അപ്പം, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഗീ റൈസ് എന്തിൻ്റെയും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വളരെ രുചികരമായ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഡെലീഷ്യസ് ആയ ഈ ചിക്കൻ ടീക്ക മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും സ്വാഗതം. ഈ റെസിപ്പിക്കായി നമുക്ക് 2 പൗണ്ട് ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഓൾ പർപ്പസ് സീസണിങ്, പിന്നെ 2 ടീസ്പൂൺ പപ്രിക്ക പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒരു എയർ ഫ്രയറിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രയർ 400 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം അതിനെ എടുത്ത് ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് കുക്ക് ചെയ്യാം. മൊത്തം 20 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി 1 മിനിറ്റ് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി നമുക്കതിനെ വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണെങ്കിൽ വേഗം നമുക്കത് കുക്കായി കിട്ടും. ഉള്ളി നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ടീക്ക മസാല കറി സോസ് ചേർക്കാം. ഈ സോസ് ഞാൻ ആൾഡി എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. 1 കുപ്പി സോസ് 16 ഔൺസിൻ്റെ 1 കുപ്പി സോസ് ആഡ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഷേക്ക് ചെയ്ത് ആ മസാലയെല്ലാം നമുക്ക് നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാം. ഈ കറി സോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ഈ സോസിനെ തിളപ്പിച്ചെടുക്കണം. സോസ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്ത ചിക്കൻ ഇതിലേക്കിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം കറി സോസുമായി ആ ചിക്കനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഹെവി വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ യൂസ് ചെയ്യാം. നമുക്ക് ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച്. എന്നാൽ ഗ്രേവി ഒത്തിരി നീണ്ടു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് ഇനിയും കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റൗ ഓഫാക്കി അടച്ചു വെച്ച് 5-10 മിനിറ്റിനകം സെർവ് ചെയ്യാം. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയത് അല്ലേ? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോസ് കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ആ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ സ്റ്റേ സേഫ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.